ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മൈക്രോ ഗ്രീൻ്റെ റെസിപ്പി ആയിട്ടാണ്. മൈക്രോ ഗ്രീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി തോരൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കടുക് ഉണ്ടല്ലോ, കടുക് മുളപ്പിച്ചെടുത്തതാണ്. ഇതൊരു 7 ദിവസം ആയിട്ടേ ഉള്ളൂ പാകിയിട്ട്. നന്നായിട്ട് മുളച്ച് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനൊരു തുണി വിരിച്ചിട്ട് അതിലാണ് പാകിയിട്ടുള്ളത്. അപ്പം ഞാൻ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് എടുത്തപ്പം ഇതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പം നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതൊക്കെ അങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഈ തുണിയിൽ നിന്നും ചെടി, അതായത് ഈ മൈക്രോ ഗ്രീന് അപ്പാടെ മുറിച്ചെടുത്തിട്ട് അതുപോലെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ആ ബാക്കി വരുന്ന ഭാഗം വേരൊക്കെ ഇതുപോലെ അങ്ങ് പറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇനി വരുന്ന നമ്മൾ നടുന്ന പച്ചക്കറിക്കൊക്കെ വളമായിട്ടൊക്കെ അടിയിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും കളയണ്ട. ഇതൊക്കെ ഈ വേസ്റ്റൊക്കെ നമുക്ക് പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുകൊണ്ട് നമ്മൾ തോരൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നു. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മൈക്രോ ഗ്രീൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഒരു മീഡിയം സൈസ് സബോള ചേർത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഒരല്പം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തേങ്ങയും സബോളയും പച്ചമുളകും നമ്മുടെ മൈക്രോ ഗ്രീനും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുന്ന പോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മുടെ മൈക്രോ ഗ്രീനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇത് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിലിട്ടാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത്. അപ്പോൾ മൈക്രോ ഗ്രീൻസൊക്കെ ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ വീട്ടിലെ ഇലക്കറികൾ കഴിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, വെള്ളം ഒഴിക്കാതെ തന്നെ അതിൻ്റെ സൈഡിൽ വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ടില്ലേ. ഞാനിപ്പോൾ ഇതൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സബോളയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീട്ടിൽ മൈക്രോ ഗ്രീൻസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്